السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷം, അതിൽ അറബിക് മാസങ്ങളിൽ നമ്മളൊക്കെ എണ്ണുന്ന 12 മാസങ്ങളിൽ മുഹറത്തിൽ തുടങ്ങി 12ാമത്തെ മാസം ദുൽഹജ്ജ്, അതും തീരാനാവുകയാണ്. 2-3 ദിവസം എണ്ണിക്കഴിഞ്ഞാൽ പുതിയ ഒരു വർഷത്തിൻ്റെ മുഹറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങളാണ് എണ്ണാറുള്ളത്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആകുമ്പോഴത്തേക്ക് ആഘോഷങ്ങളും യാത്ര അയക്കലുകളും പുതിയ വർഷത്തെ സ്വീകരിക്കലുകളും അത് കുടിച്ചും തിമർത്താടിയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സക്കാത്ത് അവൻ കണക്ക് കൂട്ടുന്നത്, അതേപോലെ തന്നെ റമദാനെ പോലെ മറ്റുള്ള മാസങ്ങൾ അവൻ എണ്ണിത്തുടങ്ങുന്നത്, അനുഷ്ഠാനങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ഇദ്ദ ആചരിക്കുന്നത്, ഇതൊന്നും ഇംഗ്ലീഷ് ദിവസങ്ങളോ ഡേറ്റോ കണക്കാക്കിയിട്ടല്ല. അറബിക് ഡേറ്റ് എത്രയാണ് അത് കണക്കാക്കിയിട്ടാണ് ഇദ്ദ ഇരിക്കുന്നത്. അറബിക് വർഷം, ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് അവൻ സക്കാത്ത് നൽകുന്നത്. ഒരു മുസ്ലിമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവൻ്റെ കൂടെ നിൽക്കുന്നത് ഹിജ്രി കലണ്ടറും അതിലെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെയാണ്. അതിൽ ദുൽഹജ്ജ് മാസത്തിലാണ് ഹജ്ജിൻ്റെ മാസം. ആ ദുൽഹജ്ജ് മാസം തീരുന്നു, പുതിയ വർഷം തുടങ്ങാനിരിക്കുന്നു. ഈ സമയത്ത് ഒരു പുതിയ കാര്യങ്ങളൊന്നുമല്ല സൂചിപ്പിക്കാനുള്ളത്. ഈ മാസങ്ങളും വർഷങ്ങളുമൊക്കെ നമ്മിൽ നിന്ന് തീരുമ്പോൾ നമ്മുടെ വയസ്സും കൂടുന്നു എന്നും ഖബറിലേക്ക് നമ്മൾക്കുള്ള ദൂരം കുറയുന്നു എന്നും നമ്മളൊക്കെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ അടയാളമാണ്. അൽ കയ്യിസ്, ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ഒരാൾ
അയാൾക്ക് ബുദ്ധിയുണ്ടെന്നറിയുന്നത് ദുനിയാവിൽ കുറേ നേടിപ്പിടിക്കലുകളോ മറ്റോ ഉണ്ടാക്കിയിട്ടോ ഒന്നുമല്ല. അവനവൻ്റെ നഫ്സിനെ കൺട്രോൾ ചെയ്യാനും തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്താനും നല്ല അമലുകൾ ചെയ്തുകൊണ്ട് ആഖിറത്തിലേക്ക് വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു അമല് ചെയ്ത് തയ്യാറാക്കി വെക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ അയാൾക്ക് ബുദ്ധിയുണ്ട് എന്ന് പറയും. നമുക്കവർ എന്തായിരിക്കും, ഈ ദുനിയാവിലൊന്നും ജീവിക്കേണ്ട ആളല്ല അല്ലേ, ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളാണ്. ആ സാധു ആരെക്കുറിച്ചും കുറ്റം പറയാനോ അത്തരം തെറ്റുകളുടെ സദസ്സിൽ ഇരിക്കാനോ ഒന്നും തയ്യാറല്ല. ചെയ്യുന്നത് നന്മയാണ്, ആളുകൾക്ക് ഉപകാരപ്പെട്ടതാണ്, ആഖിറത്തിലേക്ക് ഉപകാരപ്പെട്ടതാണ്. ഇതാണ് ബുദ്ധിയുള്ളവൻ. വൽ ആജിസ്, നമ്മൾ മന്ദബുദ്ധി എന്നൊക്കെ പറയൂലേ, മന്ദബുദ്ധിയായ ഒരു വ്യക്തി. അവൻ തോന്നിയതൊക്കെ ചെയ്യുന്നതാണ്. മനസ്സ് പലതും പ്രേരിപ്പിക്കും, അത് കാണുക ഇത് കേൾക്ക് ചെയ്യും, അവൻ അതിനെങ്ങനെ പിന്തുടരും. എന്നിട്ട് നാളേക്ക് ഒന്നും സമ്പാദിക്കുകയുമില്ല. ഇതാ ശരിക്കും ബുദ്ധി ഇല്ലാത്തയാൾ. ദുനിയാവിലൂടെ അയാൾ ഓടുകയാണ്. നമ്മുടെ കണ്ണിൽ, ഒരുപക്ഷെ സാധാരണക്കാരൻ്റെ കണ്ണിൽ ഇവരൊക്കെയായിരിക്കും വലിയ ആളുകൾ. കണ്ടില്ല, അയാൾ തൊടുന്നതൊക്കെ ജയിക്കുന്നുണ്ട്. എന്തുമാത്രം അയാൾ ഉണ്ടാക്കുകയാണ്. ഞാൻ കൊണ്ടുപോകുന്ന ആളാണ് അയാൾ ഗൾഫിലേക്ക്. എത്രയാൾ സമ്പാദിച്ചത്. പക്ഷെ ഒരുപാട് നേടിക്കൂട്ടിയിട്ടും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ അയാൾക്കൊരു മനസ്സ് തോന്നുന്നില്ലല്ലോ. നമുക്കതിനെക്കുറിച്ച് ചിന്തയും കൂടി ഇല്ല. നമ്മളും അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. പകുതിയിൽ 30 വയസ്സിൽ കൂടുകയാണെങ്കിൽ ആയുസിൻ്റെ പകുതി പഠിച്ചോ നമുക്ക് തന്ന് തീർന്നു കഴിഞ്ഞു. 40 45 ആകുമ്പോൾ 3/4 ഭാഗം പഠിച്ചോ നമ്മൾക്ക് ഏകദേശം അനുവദിച്ച 3/4 ഭാഗം തീർന്നു. ഒരു 50 വയസ്സോടടുത്തോ നമ്മൾ അല്ലേ. ഇനി എപ്പോഴത്തേക്കാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? ഒരു തൗബക്ക് വരെ അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു ഉദ്റ് പറയാൻ നമുക്ക് കഴിയൂല. 50 വയസ്സൊക്കെ ഒരാൾക്ക് ഈ ഭൂമിയിൽ ആയുസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും നേടിയിട്ടുണ്ട്. നമ്മൾ 0 നിന്ന് തുടങ്ങിയതാണ്. 1 കിട്ടിയാൽ മതിയായിരുന്നു. 1ഉം 2ഉം ഒന്നല്ല. നമ്മൾ 0 നിന്ന് തുടങ്ങിയിട്ട് എവിടെയോ എത്തിയിട്ടുണ്ട്. ഇത് മതിയാക്കണമെന്നുമല്ല, ആഖിറത്ത് നഷ്ടപ്പെടുത്തരുത്. വർഷം തീരെയാണ്. ഏത് കച്ചവടക്കാരെ നിങ്ങൾ നോക്കിക്കോ, എല്ലാ ബിസിനസ്സുകാരും അവർക്കൊരു ഇയർ എൻഡ് സെയിലുണ്ട്, ഒരു ഇയർ എൻഡ് ഉണ്ട് അല്ലേ. എല്ലാ സമയങ്ങളിലും അത്തരം മാസങ്ങളിലൊക്കെ സ്റ്റാഫിനെ വിളിച്ച് മീറ്റിംഗ് നടത്തുന്ന ആളുകളുണ്ട്. ഡയറക്ടേഴ്സ് ബോർഡ് അവർ ഒരുമിച്ച് കൂടുന്നതുണ്ട്. ഈ കൊല്ലം നമ്മൾക്ക് എവിടെയാണ് നമുക്ക് പാളിച്ചകൾ പറ്റിയത് അല്ലെ, അടുത്ത 5 വർഷത്തേക്കുള്ള വിഷൻ അവർക്കുണ്ടാകും. മിഷനും വിഷനും ഒന്നിച്ച് കൊണ്ടുപോകും അല്ലേ. എവിടെയാണ് നമ്മൾക്ക് നല്ലത് വരുന്നത്, ഏത് സാധനങ്ങൾ, ഏത് പ്രൊഡക്റ്റാണ് നമ്മളിൽ നിന്ന് കൂടുതൽ പോകുന്നത്, ഏതാണ് കുറവ്, ഏതാണ് നമ്മൾക്ക് നഷ്ടം. ഒരു വർഷം കഴിയുമ്പോൾ എല്ലാവരും ഇരിക്കും. ബുദ്ധിയുള്ള കച്ചവടക്കാരും കമ്പനികളും എല്ലാവരും ഇരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിലേറ്റവും വലിയ കച്ചവടം നടത്തുന്ന ആൾക്കാരെ നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരാത്ത അല്ലേ, അദ്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ? ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരാത്തൊരു കച്ചവടമാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗം നേടിയെടുക്കുന്നതിൽ ഈ ഒരു കൊല്ലം എനിക്ക് എവിടെയാ തകരാറ് വന്നു പോയത്, എന്തോ ഒരു ഭാഗത്തേക്ക് ചിലർ പറയാറുണ്ട്, ഞാൻ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്തു, ഞാൻ യൂട്യൂബ് മാറ്റി വെച്ചു, എൻ്റെ സമയത്തെ കൊല്ലുന്നത് അതാണ്, എനിക്ക് ഇന്നതിൽ നിന്നാണ് മെച്ചം കിട്ടുന്നത്, എനിക്ക് പഠിച്ചവനോടുള്ള അടുപ്പം ഇന്നയാളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് അല്ലെ, ഇന്ന ഭാഗത്തുള്ള താമസമാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്നയാളുടെ കൂടെ വീക്കെൻഡ് ചിലവഴിക്കുമ്പോഴാണ് എൻ്റെ ഇബാദത്ത് മൊത്തം. അന്ന് വീക്കെൻഡത്തെ നിസ്കാരങ്ങൾ മാത്രം മുടങ്ങിയതെങ്കിൽ ഒരു മാസം 2 മാസം അയാളുടെ കൂടെ കൂടിയപ്പോൾ അയാൾ പോയി കഴിഞ്ഞാലും ജമാഅത്തിലേക്ക് പള്ളിയിൽ പോകുന്നൊരു മൂഡ് എനിക്കില്ലാതെയായി പോകുന്നു. എല്ലാം തകരാറ് പരിഹരിക്കേണ്ട ഒരു സമയം ഇപ്പോഴാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കച്ചവടക്കാരനോ ഒരു കമ്പനിക്കാരനോ അങ്ങനെ ഇരുന്നിട്ട് അവൻ്റെ പാളിച്ചകൾ മനസ്സിലാക്കാതെ നേട്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത മുന്നോട്ടേക്കുള്ളതിനൊരു പ്ലാനിങ് തയ്യാറാക്കുന്നില്ലെങ്കിൽ അയാൾ ആ കമ്പനി കൊണ്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സ്വയം വിലയിരുത്തേണ്ട സമയമാണ്. അതുകൊണ്ടാണല്ലോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളൊക്കെ എന്ത് ചെയ്യ്, നിങ്ങളൊന്ന് വിചാരണ ചെയ്യ്. അദ്ദേഹം പറയാണ്,
ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ പടച്ചോൻ ചോദ്യം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇപ്പം നിങ്ങളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യും. വസിനു അൻഫുസകും ഖബ്ല അൻ തുവസ്സനു, നിങ്ങൾ പടച്ചോൻ്റെ മുമ്പിൽ നിങ്ങൾ തൂക്കപ്പെടും, നിങ്ങളുടെ നന്മകളൊക്കെ അല്ലാഹ് തൂക്കും. അതിനു മുമ്പ് ഇപ്പം ദുനിയാവിൽ നിങ്ങളൊന്ന് തൂക്കി നോക്ക്. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ അൻ തുഹാസിബു അൻഫുസകും യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും, ചോദ്യം ചെയ്യും, അള്ളാഹു നിങ്ങളെ തൂക്കും. അത് നിങ്ങൾക്ക് എപ്പോഴും എളുപ്പം കിട്ടാനുള്ള ഒരു കാര്യം, നിങ്ങളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്ത് നോക്കി. എൻ്റെ ഏതൊക്കെ നന്മകൾ, എൻ്റെ ഏതൊക്കെ തിന്മകൾ, ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. ദുനിയാവിൽ നമുക്ക് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും, നല്ല സദസ്സിൽ വന്നിരിക്കാൻ പറ്റും, ആളുകളുടെ കൂടെ ഖുർആൻ ക്ലാസ് എടുക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് വേറൊരു മുഖം ഉണ്ടാകും. അവിടെ അള്ളാഹ് കാണുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലേ? പാർക്കിലുണ്ടാകും, ബീച്ചിലുണ്ടാകും, കോർണിഷിലുണ്ടാകും, ഷോപ്പിംഗ് മാളുകളിലുണ്ടാകും, വീക്കെൻഡ് പാർട്ടികളിലുണ്ടാകും, ഒക്കെ ഉണ്ടാകും. നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ വേറെ ആളാണ്. ശരിക്കും ആലോചിച്ച് നോക്കിയേ, വിചാരണ ചെയ്ത് നോക്കിയേ. എന്നെ പള്ളിയിൽ കാണുന്ന അതേ റബ്ബ്, സെൻറ്ററിൽ കാണുന്ന അതേ റബ്ബ് കല്യാണ പാർട്ടികളിലും ബീച്ചിലും കോർണിഷിലും എല്ലായിടെ ഉണ്ടാകും. അവിടെ എനിക്ക് നിസ്കാരമുണ്ടോ? ആ കൂട്ടുകെട്ടിലേക്ക് എത്തുമ്പോൾ ഇല്ല. അവിടെ ഞാൻ ഖുർആൻ ക്ലാസ്സിലിരുന്ന വ്യക്തിയല്ല, ഞാൻ മാറുകയാണ്. ഔറത്ത് കാണിച്ച് കിടക്കുന്ന പെണ്ണായിരിക്കും, അല്ലേ? തലമുടി കാണിക്കുന്ന പെണ്ണായിരിക്കും, ആണിൻ്റെ വേഷം കെട്ടുന്ന പെണ്ണായിരിക്കും. അതേപോലെ അവരെ കൂടെ നടത്തുന്ന ദയൂസ്യങ്ങൾ എന്നൊക്കെ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ? സ്വന്തം ഭാര്യയും പെൺകുട്ടികളും എല്ലാവരും നാട്ടുകാരെ കണ്ടോ, ഇതാണ് എൻ്റെ പെണ്ണിൻ്റെ നഗ്നമേനി, എൻ്റെ പെണ്ണിൻ്റെ ബോഡി ഷേപ്പ്, അല്ലേ? സ്വർഗത്തിൻ്റെ മണം പോലും കിട്ടാത്ത ഭർത്താക്കന്മാരുണ്ടാവും. നമ്മുടെ കല്യാണ പാർട്ടിയിലെത്തുമ്പോൾ, നമ്മളൊരു കല്യാണം വിട്ടെത്തുമ്പോൾ നമ്മൾ അങ്ങനെയായി പോവുകയാണ്, അല്ലേ? ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തുൽ ബഖറയിൽ, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അല്ലേ? അവർ പറയും യഖൂലു ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഹും ബിമുഅ്മിനീൻ, ശരിക്കും അവർക്ക് അള്ളാഹിൽ വിശ്വാസം ഇല്ല. കപടന്മാരെ പറ്റി പറഞ്ഞതാ. യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനു, അള്ളാഹിനെ പറ്റിക്കുന്നവരാ, വിശ്വാസികളെ പറ്റിക്കുന്നവരാ. പക്ഷെ അവരറിയുന്നില്ല, വമാ യഖ്ദഊൻ ഇല്ലാ അൻഫുസഹും, അവരെ തന്നെയാണ് പറ്റിക്കുന്നത്. സഹോദരങ്ങളെ, ആണും പെണ്ണും എല്ലാവരും കണക്കാണിത്. ഇപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്. ഉമർ ഖത്താബ് പറയാ, നിങ്ങളൊന്ന് നോക്ക്, നിങ്ങളെ അമലുകൾ, നിസ്കാരം, അല്ലേ? നിങ്ങളെ സക്കാത്ത്, നിങ്ങളെ നോമ്പ്, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ ഒരു മനുഷ്യനും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴും നിങ്ങൾക്ക് പേടിയില്ലല്ലോ, ലജ്ജയില്ലല്ലോ, അള്ളാഹ് കാണുന്നു കേൾക്കുന്നു എന്നുള്ള വിഷയത്തിൽ സഹോദരങ്ങളെ ഉമറുൽ ഖത്താബ് ആ നിലക്ക് സൂചിപ്പിക്കുക. എന്താ നമ്മൾക്കുള്ള മറുപടി? എന്താ? ഓരോരുത്തരും സ്വയം വിലയിരുത്തുക. എന്നിട്ട് അവിടുന്ന് പറയാണ്, നിങ്ങൾ നന്മകളൊക്കെ നല്ല നിലയിൽ ചെയ്യുക. അക്ബർ, ഇതൊക്കെ ഷോ ചെയ്യുന്ന ഒരു സമയം വരാനുണ്ട് എല്ലാവരുടെ മുമ്പിലും. യൗമഇദിൻ തുഅറദൂൻ ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അല്ലാഹുവിൻ്റെ പരലോകത്ത് യൗമഇദിൻ തുഅറദൂൻ, ഭൂമിയിൽ ഒരു മനുഷ്യനും അറിയാതെ നീ ചെയ്തു കൂട്ടിയ തെറ്റുകളുണ്ട്, അള്ളാഹു എല്ലാവരുടെ മുമ്പിലും പ്രദർശിപ്പിക്കും. അള്ളാഹു നമ്മൾക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. അള്ളാഹ് പുറത്ത് തരാത്ത തെറ്റാണെങ്കിൽ അള്ളാഹ് എല്ലാവരുടെ മുമ്പിലും ഇത് കാണിക്കും. അള്ളാഹ് ശരിക്കും കാണിക്കും. അള്ളാഹിനോട് തൗബ ചെയ്തിട്ട് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് കാണിക്കൂല, അള്ളാഹ് പുറത്തു തരും, മറച്ചു വെക്കും, ആരെ മുമ്പിലും വഷളാക്കൂല. അതുകൊണ്ടാണ് ഇബ്രാഹിം ഇവിടെ ദുആ, റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഖിയാമത്ത് നാളിൽ എന്നെ നീ വഷളാക്കല്ലേ അള്ളാഹ്, ശിക്ഷിക്കല്ലേ എന്ന് മാത്രമല്ല ദുആ, എന്നെ നീ വഷളാക്കല്ലേ അള്ളാഹ്. വല്ലാത്തൊരവസ്ഥയാണത്, ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ വഷളായി പോകുക എന്നുള്ളത്. ശിക്ഷ കിട്ടുന്നത് അടിയും കുത്തൊക്കെ അത് വേറെയാണ്. പക്ഷെ നാളെ എല്ലാ ലോകത്തുള്ള സകല മനുഷ്യൻ്റെ മുമ്പിലും നമ്മൾ വഷളായി പോകുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമുക്ക് നാണം വേണ്ടത്. നമ്മൾ ആൾക്കാർ കാണാതെ കേൾക്കാതൊക്കെ ഒളിച്ചും പാത്തൊക്കെ, നമ്മളെ ഒളിച്ചും പാത്തും പോകുന്നതേ ഉള്ളൂ. നമ്മളെ കൂട്ടുകാരും കാണുമ്പോൾ അതൊക്കെ എല്ലാ ചെവിയിലും എത്തിയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ആരും അറിയുന്നില്ല. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും അറിഞ്ഞത് നിന്നെ അറിയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അവസരം വരാൻ കാത്തു നിൽക്കുക നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത്തരം സമയങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ അമലുകൾ, ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹു നിങ്ങളുടെ അമലുകൾ നിങ്ങൾക്ക് കാണിക്കുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒക്കെ പടച്ചോൻ ആ നിലയ്ക്ക് നമ്മളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചിന്തിച്ചോ,
ഒരവസരവും എനിക്ക് നഷ്ടപ്പെടുത്താനില്ല. അള്ളാഹിൻ്റെ മുമ്പിൽ ഓരോന്നിനും കണക്ക് പറയേണ്ടി വരും. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. 4 ചോദ്യം. അതിന് ഉത്തരം കൊടുക്കാതെ നമ്മുടെ കാലനക്കാൻ പഠിച്ചവൻ പരലോകത്ത് സമ്മതിക്കൂല അല്ലേ. അതിൽ ഒന്നാമത് അൻ ഉംരിഹി, അവൻ്റെ ആയുസ്സിനെ കുറിച്ച് അള്ളാഹിൻ്റെ ചോദ്യമുണ്ട്. പഠിച്ചോ നമ്മൾക്ക് തന്ന ആയുസ് 50, 60, 70 കൊല്ലൊക്കെ ദുനിയാവിൽ നീ ജീവിച്ചിട്ടുണ്ട് അല്ലേ. ഫീമ അഫ്നാ, നീ എന്തിനാണ് നിൻ്റെ ആയുസ് തീർത്ത് നശിപ്പിച്ചത് എന്ന് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ശരിക്കും പഠിച്ചോ ചോദിക്കും, നിൻ്റെ ആയുസ് നീ എന്തിന് നശിപ്പിച്ചു എന്നുള്ളത്. വൻ ജിസ്മിഹി, അവൻ്റെ ശരീരത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. ഫീമ അബ്ല, അത് നുരുമ്പിയത് എങ്ങനെയാ, നമ്മൾ തിന്ന് തടിച്ചു കൊഴുത്ത ശരീരം അല്ലേ, അതിനെക്കുറിച്ച് അള്ള ചോദിക്കും, എന്താ നീ ഇതുകൊണ്ടൊക്കെ ചെയ്തത് എന്നുള്ളത്. വൻ മാലിഹി, പടച്ചോൻ തന്ന പണത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. നിങ്ങൾ ധനത്തെക്കുറിച്ച് പണത്തെക്കുറിച്ച് 2 ചോദ്യം കേട്ടോ, 2ഉം കേട്ടോ. ഒന്ന് മിൻ ഐനക്തസബ്തഹു, നീ എവിടുന്ന ആ മുതൽ ഉണ്ടാക്കിയത് എന്ന് അള്ളാഹ്ക്ക് അറിയണം. നീ ഉണ്ടാക്കിയ വഴി അള്ളാഹ്ക്ക് അറിയണം. നീ നല്ല വഴിയിലോ അതല്ല ഹറാമിൻ്റെ ഭാഗത്തോ. 2ാമത്തെ ചോദ്യം വഫീമ അൻഫഖ്തഹു, നീ അത് എങ്ങോട്ടേക്കാണ് ചെലവഴിച്ചത് എന്ന്. ചില ആൾക്കാർ ഹറാമെന്നൊക്കെ ഉണ്ടാക്കും, പള്ളിക്കൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുകയും ചെയ്യും. അത് രണ്ടും ശരിയല്ല അല്ലേ, ഉണ്ടാക്കിയ ഭാഗം തെറ്റായിപ്പോയി. വേറെ കുറേ ആൾക്കാരുണ്ട് ഹറാമിലൂടെ പിന്നെ ഹലാലിലൂടെ കുറേ സമ്പാദിക്കും. ആരും കട്ടും ചതിയും കള്ളത്തരമൊന്നുമില്ല, പക്ഷെ ചിലവാക്കിയത് മുഴുവനും ഹറാമിലേക്കായിരിക്കും പലപ്പോഴും. 2ഉം ശരിയായിരിക്കണം. നമ്മൾ സമ്പാദിച്ച റൂട്ടും ചെലവഴിക്കുന്ന റൂട്ടും, ഇത് 2നും അള്ളാഹ്ക്ക് ഉത്തരം കൊടുക്കണം. 4ാമത്തേത് വഅൻ ഇൽമിഹി, അവൻ്റെ അറിവിനെക്കുറിച്ച് അള്ളാഹ് ചോദിക്കും. ഫീമ അമില ബി, അതുകൊണ്ട് നീ എന്താ അമല് ചെയ്തത് എന്ന്. നമ്മൾ കുറേ പഠിച്ചില്ലേ, കുറേ കൊല്ലായി ഇങ്ങനെ സെൻറ്ററിലും ജാലിയാത്തിലും പുസ്തകങ്ങൾ വായിച്ചും പ്രഭാഷണങ്ങൾ കേട്ടും ഒക്കെ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ കുറേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആയിട്ടുണ്ട് നമ്മളിതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് പഠിച്ചവൻ്റെ മുമ്പിൽ എന്ത് ഉത്തരമുണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ അയ്യാമു തുത്വ വൽ അഅ്മാറു തുഫ്ന, നിൻ്റെ വയസ്സൊക്കെ തീരൂട്ടോ, ദിവസങ്ങളൊക്കെ ചുരുട്ടപ്പെട്ട് പൂട്ടപ്പെടും. ഫഅ്മലു, നീ അമൽ ചെയ്യ്. ഖബ്ല അൻ തുഗ്ലഖൽ അബ്വാബ്, നിൻ്റെ വാതിലുകൾ അടക്കപ്പെടുന്നതിന് മുമ്പ്. വതുത്വ സുഹഫ്, രേഖകളൊക്കെ പൂട്ടപ്പെടുന്നതിന് മുമ്പ് നീ അമൽ ചെയ്തോ. ഒരുപാട് ഖബറുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, മയ്യത്ത് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഖബറടക്കി കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ പിന്നെ ഒരു തൗബയോ നിസ്കാരോ നോമ്പോ ഒന്നും ഇല്ലല്ലോ അല്ലേ. നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്ത് നമ്മുടെ മരണമുണ്ട് എന്നറിയുന്നവരാ നമ്മൾ അല്ലേ. ഇന്നലെ നാട്ടിലത്തെ ഒരാൾ മരിച്ചത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലകറങ്ങി വീണതാണ്. ഇത്രയേ ഉള്ളൂ. അയാൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അല്ലേ. സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് കാശ് കൊടുക്കാനാകുന്നില്ല. ഈ ഇരുന്ന ഇരുത്തത്തിൽ നമ്മൾ എത്ര ആൾക്ക് എഴുന്നേൽക്കും എന്ന് പോലും നമ്മൾക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മൾ ദുനിയാവിലെ വെട്ടിപ്പിടുത്തം കണ്ടാത്തൊന്നും ഇനിയും 1000 കൊല്ലം ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുമെന്നുള്ളത് നമ്മൾ അങ്ങനെയാണ്. സമ്പാദിക്കുന്നതിലല്ല, അതിനൊന്നുമല്ല തെറ്റ്, പക്ഷേ ആ സമ്പാദിക്കുന്ന നമ്മൾ മറന്നു പോവുകയാണ് അള്ളാഹുവിൻ്റെ പരലോകത്തെ. അതുകൊണ്ട് ആയുസ്സും അഥവാ നമ്മുടെ വയസ്സ്, നമ്മുടെ അറിവ്, നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത് ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യമുണ്ട്. തകാസുർ സൂറത്തിൻ്റെ ലാസ്റ്റ് ആയത്ത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അനുഭവിക്കുന്ന ഓരോ നിഅമത്തിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യമുണ്ട്. നീ എന്തൊക്കെ നിഅമത്തുകൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്നുവോ അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി കണക്ക് പറയേണ്ടി വരും. അതുമൊക്കെ ഒരു കൊല്ലം തീരുമ്പോൾ നമ്മൾ ആലോചിച്ചു എവിടെയാണ് പാളിച്ചകൾ പറ്റിപ്പോയത് എന്നുള്ളത്. എന്നിട്ട് അള്ളാഹിലേക്ക് മടങ്ങുക. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ. അല്ലാഹു തആല രാത്രി കൈനീട്ടുന്നുണ്ട്, കാത്തിരിക്കുകയാണ് പടച്ചോൻ. പകലിൽ കുറ്റങ്ങളും തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ട് അള്ളാഹുവെ എനിക്ക് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അള്ളാഹിനോട് അള്ളാഹു പുറത്തു തരാൻ വേണ്ടിയിട്ട് വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ, പകലിൽ പടച്ചോൻ കാത്തു നിൽക്കുന്നതും കൈനീട്ടുന്നതും രാത്രിയിലെ തെറ്റുകൾ ആരെങ്കിലും ഏറ്റുപറയാണെങ്കിൽ പൊറുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഡോറും അടഞ്ഞാലും ഫബാബുല്ലാഹി ലാ യുഗ്ലഖ്, അള്ളാഹിൻ്റെ ഡോർ അടഞ്ഞിട്ടില്ല. തൗബേൻ്റെ വാതിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അടയപ്പെടുകയില്ല. മാലം യുഗർഗിർ,
ശ്വാസം തൊണ്ടക്കുയിലെത്തുന്നത് വരെ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ തൗബയുണ്ട്. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ പിന്നെ തൗബയില്ല. ജീവൻ തൊണ്ടക്കുയിലെത്തിയാൽ എല്ലാവരും തൗബ ചെയ്യും. ഫിർഔനും തൗബ ചെയ്തിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂസ എന്ന്. പക്ഷേ ജീവൻ തൊണ്ടക്കുയിലെത്തിയാൽ പിന്നെ നമ്മൾക്ക് തൗബയ്ക്ക് സമയമില്ല. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. പടച്ചോൻ നമ്മളെ പിടിക്കാൻ സമയം തീരുമാനിച്ചാൽ സഹോദരങ്ങളെ, ഒരു മിനിറ്റ് മുമ്പും ഒരു മിനിറ്റ് ശേഷവും അല്ല പിടിക്കുന്നത്, അല്ലേ? നമ്മൾ സൂറത്ത് സജിദ അതിങ്ങനെ ഓതി പഠിച്ച ആളുകളാ. അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ ആ സമയം വരുമ്പോൾ നിങ്ങളെ പിടിക്കും. ഏത് രീതിയിൽ? ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, മരിക്കാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കും. ഓടി ഒളിക്കുന്ന ആ മരണം, തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങളെ കണ്ടുമുട്ടും. എവിടെയാണോ അള്ളാഹ് നിശ്ചയിച്ചത്, അത് ഇവിടെയാണെങ്കിൽ, നാട്ടിലാണെങ്കിൽ, ഈ രണ്ട് നമ്മുടെ സ്വന്തം നാടുമല്ല, ഗൾഫ് നാടുമല്ല, വേറെ എവിടെയാണ്, അവിടെയാണ് പടച്ചോൻ നിശ്ചയിച്ചതെങ്കിൽ അവിടെയായിരിക്കും പടച്ചോൻ നമ്മളെ പിടിക്കാൻ, അല്ലേ, കൊണ്ടുപോകുന്നത്. അള്ളാഹ് അവിടെ എത്തിക്കും നമ്മളെ. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം, ഓരോരുത്തരും നാളെ പാരിത്രിക ലോകത്ത് ചെയ്ത അമലുകളുമായിട്ട് തോളിലേറ്റി കൊണ്ടുപോകുമ്പോൾ അള്ളാഹ് പറയും, ഇഖ്റ കിതാബക്, നിന്റെ കിതാബ് നീ ഒന്ന് വായിക്ക്. അള്ളാഹ് എഴുതി വെച്ചതൊക്കെ പറയും, എല്ലാം നീ വായിക്ക്. എന്നിട്ട് എന്താണെന്നറിയോ? കഫാ ബിനഫ്സിക്കൽ യൗം അലൈക ഹസീബ, നിന്നെ ചോദ്യം ചെയ്യാൻ നീ തന്നെ മതി. നമ്മളെ ചോദ്യം ചെയ്യാൻ നമ്മൾ തന്നെ മതി. അള്ളാഹു വിചാരണ എളുപ്പമാക്കി തരുമാറാകട്ടെ. പടച്ചോ നമ്മളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നും സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ടെങ്കിൽ ഇതിലൊരായത്തിലെ കിതാബ് നോക്കുമ്പോൾ അള്ളാഹിനോട് നമ്മൾ പറഞ്ഞു പോകും, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ല അഹ്സാഹാ. പടച്ചോനെ, നീ ചെറുതൊന്നും വിട്ടുപോയില്ലല്ലോ, വലുതൊന്നും വിട്ടുപോയില്ലല്ലോ, ഇതിൽ രേഖപ്പെടുത്തി വെക്കാതെ. എല്ലാം അള്ളാഹ് രേഖപ്പെടുത്തി. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ആരോടും അനീതി കാണിക്കൂല. ചെയ്തതൊന്നും അള്ളാഹ് എന്ത് ചെയ്യൂല, എഴുതാതിരിക്കൂല. ചെയ്യാത്തൊന്നും പെരടിയിൽ വെച്ച് കിട്ടൂല. നീതിയായിരിക്കും, നന്മകൾ മുഴുവൻ അതിലുണ്ടാകും. ഇഖ്ലാസോടെ ചെയ്തതാണെങ്കിൽ. തെറ്റുകൾ നീ പാപമോചനം തേടി അള്ളാഹു പുറത്തു തന്നതാണെങ്കിൽ അതത് കാണൂല, നിന്നെ അള്ളാഹ് അറിയിക്കൂല, ആൾക്കാർ മുമ്പിൽ വഷളാക്കൂല. ഇല്ലാത്തത് മുഴുവനും അള്ളാഹു നിന്നെ കാണിക്കും. സഹോദരങ്ങളെ, ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയൂല. മാതാപിതാക്കൾ മക്കൾക്കും, മക്കൾ മാതാപിതാക്കൾക്കും ഉപകാരപ്പെടാത്ത ദിവസമാണത്. നമ്മൾ ലണ്ട് ഖുർആനിലൊക്കെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ വഴി പിഴപ്പിച്ച ആളുകളെ നോക്കി പറയുന്നവർ, പിഴപ്പിച്ച ആളുകൾ ആരെയാണോ പിഴപ്പിച്ചത് അവരോട് കൊടുക്കുന്ന മറുപടികൾ, അല്ലേ? ഇവർക്ക് ഇരട്ട ശിക്ഷ കൊടുക്ക്, ഈ കൂട്ടുകാരനെ പിഴപ്പിച്ചു, ഈ നേതാവ് പറ്റിച്ചു, ഈ പണ്ഡിതൻ പറ്റിച്ചു. ഇതൊക്കെ നമ്മൾ തർക്കിക്കുക എന്നല്ലാതെ പരലോകത്ത് ഒരാളെ കൊണ്ടും ഒരു ഉപകാരം ഉണ്ടാകില്ല. എല്ലാവരും ബിസിയായിരിക്കും. അതുകൊണ്ട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. നമ്മൾ മക്കൾക്ക് വാങ്ങിക്കൊടുത്ത ഏതെങ്കിലും ഒരു ഉപകരണം, ഒരു മെറ്റീരിയൽ അവർക്ക് നരകം കിട്ടാൻ കാരണമാണെങ്കിൽ ആ മക്കൾ നമ്മൾ നോക്കിയിട്ടും പറയും, ഉപ്പാനെ എനിക്കൊന്ന് കാണിക്കുക, എൻ്റെ ഉമ്മാനെ എനിക്കൊന്ന് കാണിക്ക്. നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി മതിക്കട്ടെ പറയും. അവരെ ശപിക്കും, അടച്ചോനെ, ഇവരാണ് എന്നെ പിഴപ്പിച്ചത്, ഇവരുടെ ക്ലാസ്സുകൾ കേട്ട്, ഇവരുടെ വാദകൾ കേട്ട് ഇയാളെ പിന്നാലെ കൂടിയിട്ട്, അല്ലേ, ആ നിലക്ക് പിന്നാലെ കൂടി ഞങ്ങളെ പിഴപ്പിച്ചു. അള്ളാഹിൻ്റെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹിയുടെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ലൈതനിലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇയാളെ എൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് സ്വീകരിക്കാതിരുന്നെങ്കിൽ, അല്ലേ, ഇയാളെ കൂടെ കൂടിയിട്ട് വീക്കെൻഡ് കൂടിയതാണ്, ആളെ കൂടെ ഒപ്പം ഇരുന്നതാണ്, ഒപ്പം വണ്ടി പോയിരുന്നതാണ്. എൻ്റെ നിസ്കാരം പോയി, എൻ്റെ നോമ്പ് പോയി, ഇസ്ലാമിക് സ്വഭാവങ്ങൾ പോയി, ഒരു നന്മയും എന്നിലില്ല. എല്ലാ ഹറാമിൻ്റെ സദസ്സിലും ഇയാൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനത് കണ്ടു, കേട്ടു, പറഞ്ഞു. അതിൻ്റെ സംഘാടകരായി ദീനുമായിട്ട് ഒരുപാട് അടുപ്പം വെച്ച ഞാൻ, അല്ലേ, എല്ലാ സമയങ്ങളിലും ഖുർആൻ ഓതിയ ഞാൻ, ഖുർആനിൻ്റെ ഒരു പേജ് പോലും എനിക്ക് ഭാരമായി തോന്നുകയാണ്. ഒരു പേജ് ഓതാൻ ഒരു ഇരുത്തത്തെ സാധിക്കുന്നില്ല. എത്രയോ വെള്ളിയാഴ്ചകൾ കഴിഞ്ഞുപോയി. വ്യാഴം മഗ്രിബ് മുതൽ വെള്ളി മഗ്രിബ് വരെ അൽ കഹ്ഫ് സൂറത്ത് ഓതാൻ സമയമുണ്ട്. അതിൻ്റെ ഒരു പേജ് പോകട്ടെ, ഒരു അരപ്പേജ് പോലും ഖുർആൻ ഓതാൻ നമ്മൾക്ക് നേരം കിട്ടിയിട്ടില്ല. സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ മണിക്കൂറുകളോളം മലർന്നു കിടന്നും ഇരുന്നും, വാഹനത്തിലാണെങ്കിലും ഒരു സിഗ്നൽ അവിടെയാണെങ്കിലും ഏത് ജോലി തിരക്കിലാണെങ്കിലും എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഞാൻ എപ്പോഴും സജീവമാണ്. എൻ്റെ പടച്ചറപ്പിൻ്റെ ഖുർആനിൻ്റെ ഒരു അരപ്പേജ് ഓതാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നേരം കിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, കണ്ണുപൊട്ടനായി അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് ഒരുമിക്കേണ്ടി വരും എന്ന് നമ്മൾ പേടിക്കുക. ഒന്ന് ചിന്തിക്കാൻ വേണ്ടി കുറേ ഇട്ട് തന്നതാണ്. ഇന്നും ഇല്ലെങ്കിൽ
സഹോദരങ്ങൾ, ഒരു വർഷം തീരാൻ പോകുന്നത്. ഖബറിലേക്ക് അത്രയും ദൂരം കുറഞ്ഞു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞത്, പടച്ചോൻ ചില പരീക്ഷണങ്ങളൊക്കെ തരൂട്ടോ, അത് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും പറ്റൂല. നിങ്ങൾ കണ്ടില്ല, നമ്മളെ കൂടെയുള്ള ആളുകൾ ഒരു ദിവസം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. അവർക്ക് എക്സസൈസ് ചെയ്യണം, പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ചെയ്യാതിരുന്ന് കിടന്നാൽ വേറൊന്ന് കൂടും. ചില മരുന്ന് കഴിക്കുമ്പോൾ അത് കൂടുകയാണ്, അത് കഴിച്ചില്ലെങ്കിലോ വേറൊരു ഭാഗത്തേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് അസ്വിഹ, പടച്ചോൻ തന്നൊരു ആരോഗ്യമുണ്ട്, എന്നും പടച്ചോൻ നിലനിർത്തിരുമാറാകട്ടെ. നിങ്ങൾക്ക് രോഗം എത്തുന്നതിൻ്റെ മുമ്പ് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഈ ആരോഗ്യം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് ദീനിന് വേണ്ടിയിട്ട് നമ്മൾ കച്ചവടം ചെയ്തില്ലേ, പലതും ചെയ്തില്ലേ, നേടിയെടുത്തില്ലേ? ആരോഗ്യമുള്ള സമയത്ത് നന്നായിട്ടൊന്ന് സുന്നത്തുകളൊക്കെ നിസ്കരിച്ച് നോക്കിയേ. ആരോഗ്യമുള്ള സമയത്ത് ഒരു ദിവസം 12 റക്അത്ത് റവാത്തിബുണ്ട്. ഞാൻ അതിലേക്ക് തന്നെ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. 5 നേരത്തെ നിസ്കാരം ഞാനത് കൂടുതൽ പറയുന്നില്ല. സുബഹിക്ക് പള്ളിയിലേക്ക് പോകണം എന്നൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഇങ്ങനത്തെ ഒരു ചർച്ച മുസ്ലിം ലോകത്ത് മുൻകാലത്തില്ല. സുബഹിക്ക് പള്ളിയിൽ പോവുക, അത് 5 നേരം പോക്ക് നിർബന്ധമാണ് അല്ലേ? അത് നമ്മളും ചെയ്തിരിക്കുക. ഒരു ദിവസം 12 റക്അത്ത് റവാത്തിബുണ്ട്. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2 + 2 4, അപ്പോൾ 6 ശേഷം 2 8 മഗ്രിബിന് ശേഷം 2 10 ഇശാക്ക് ശേഷം 2 12 ഒരു മനുഷ്യനും അല്ലേ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു വീട് അയാൾക്ക് അള്ളാഹ് കൊടുക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ഒരു ദിവസം 12 റക്അത്ത് ഫർളിൻ്റെ മുമ്പ് ശേഷമുള്ളത്. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മൾക്കിത് എന്തൊരു ഭാരാന്നറിയും, എന്തൊരു ഭാരാന്നറിയും. അതാകരുത്. എല്ലാ നിസ്കാര ശേഷവും ആയത്തുൽ കുർസി ഒന്ന് ഓതിയാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. മരണം തടസ്സമായി മുമ്പിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ആയത്തുൽ കുർസി ഒരൊറ്റൊരായത്ത്, സ്വർഗം ഉറപ്പാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഅ്ബുദുക അല്ലേ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ള പ്രാർത്ഥന രാവിലെ ചൊല്ലി അതിൻ്റെ അർത്ഥമനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയാണ്. വൈകുന്നേരത്തിനിടയ്ക്ക് ഇയാൾ മരിച്ചാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. വൈകുന്നേരം ഇയാൾ ഇത് പ്രാർത്ഥിച്ചു, പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ മരിച്ചാൽ ഇയാൾക്ക് സ്വർഗം ഉറപ്പാണ്. ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകത, ആയത്തുൽ കുർസീൻ്റെ വക സ്വർഗമുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ വക സ്വർഗമുണ്ട്, റവാത്തിബ് നിസ്കാരത്തിൻ്റെ വക സ്വർഗമുണ്ട്. ഒരാൾ 3 തവണ റബ്ബേ എനിക്ക് നീ സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗം അള്ളാഹുവോട് തേടും, ഇയാൾക്ക് നീ സ്വർഗം നൽകണേ എന്നുള്ളത്. എത്ര പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ടവരെ അല്ലേ. നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഈ ഒരു വർഷം കഴിഞ്ഞു, അനാവശ്യമായിട്ട് ഞാൻ എത്ര ജമാഅത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്കാരമാണല്ലോ. നമ്മൾക്കതൊന്നല്ല, കുറേ വൈകാരികമായ കാര്യത്തിലാണ് നമ്മൾ ഇസ്ലാം. ഒരാൾ ആദ്യം വേണ്ടത് നിസ്കാരം ക്ലിയർ ആക്കലാണ്. മുസ്ലിമും കാഫിറും തമ്മിൽ വ്യത്യാസം നിസ്കരിക്കലും നിസ്കാരം ഒഴിവാക്കലുമാണ്. അള്ളാഹു കൊടുത്ത സുഖങ്ങളിലും സൗകര്യങ്ങളിലും കിടന്നുറങ്ങുന്ന ആളുകൾ, പടച്ചോൻ കൊടുത്ത സുഖങ്ങളിലും സൗകര്യങ്ങളിലും കിടന്നുറങ്ങുന്ന ആളുകൾ, അയാൾ നിസ്കരിക്കാതെയാണ് ആ കിടന്നുറങ്ങുന്നതെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അയാളെ ചെരിച്ചു കിടത്തിയിട്ട് തലയിലേക്ക് കല്ല് കൊണ്ടെറിയും. തല പൊട്ടിച്ചതറും. എറിഞ്ഞയാൾ കല്ലെടുത്ത് വരുമ്പോഴത്തേക്ക് തല പഴയ അവസ്ഥയിലേക്ക് വരും. മറുഭാഗം ചെരിച്ചു കിടത്തും, ആ തലയുടെ മറ്റേ ഭാഗത്ത് ഏറ് കിട്ടും. ഇത് ഖിയാമത്ത് നാൾ വരെയുണ്ട്. നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ ഖബറിൽ ഈ ശിക്ഷയുണ്ട്. രണ്ടാമത്തെ ശിക്ഷ ഇതാർക്കാണെന്നറിയോ? അള്ളാഹു ഖുർആൻ കൊടുത്തിട്ട് ആ ഖുർആൻ ഓതിപ്പഠിക്കാത്ത ആളുകൾക്ക്. നിങ്ങൾ നോക്കിയേ, ഇത് രണ്ടിനും നമ്മൾ അർഹരാണോ എന്നുള്ളത്. ഇസ്ലാഹി സെൻറ്ററിൽ ഇത് ഗൗരവത്തോടെ തന്നെയാണ് ഉണർത്തുന്നത്. കുറേ കൊല്ലായി നമ്മളിങ്ങനെ വലിയ വാടകയും കൊടുത്തിട്ടൊക്കെ ക്ലാസ് സംഘടിപ്പിക്കുന്നു, കേൾക്കുന്നൊക്കെ ചെയ്യുന്നു. 5 നേരത്തെ നിസ്കാരമെങ്കിൽ നമ്മൾ പള്ളിയിൽ ജമാഅത്തിന് പോയിട്ട് നിസ്കരിക്കാനും അതിൽ പങ്കെടുക്കാനും നമ്മൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മാറ്റായത് കൊണ്ടുണ്ടാകുന്നത്? പ്രിയപ്പെട്ടവരെ, നിസ്കാരം കൃത്യമാക്കാത്ത ഒരാൾക്ക് ഒന്നും അള്ളാഹിൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല കേട്ടോ പറയാൻ. എന്ത് തെറ്റാ പടച്ചോ നമ്മളോട് ചെയ്തത്? നമ്മൾ ഓരോ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുമ്പോഴും ആദ്യ സഫിൽ നോക്കണം നമ്മൾ വരുന്ന ആരൊക്കെ. പ്രായമെത്തിയ ആളുകൾ അല്ലേ, വയസ്സന്മാരൊക്കെ വരുന്നുണ്ട്, മറ്റ് ഭാഷക്കാരൊക്കെ വരുന്നുണ്ട്. താരതമ്യേന മലയാളികൾ ആ പള്ളിയിൽ ജമാഅത്തിന് കുറവുണ്ടാകാറുള്ളത്. എന്നാൽ കുറ്റം മുഴുവനും ബംഗാളിയൊക്കെ നമ്മൾ എല്ലാത്തിനും.
പള്ളിയിലേക്കെങ്കിലും നമ്മൾ അഭിപ്രായ പ്രകടനത്തിലും ആരാൻ്റെ വിഷയത്തിൽ തലയിടാനും എല്ലാത്തിനും നമ്മൾ മുൻപന്തിയിലുണ്ടാകും. മറ്റുള്ളവരെ പോലെ അല്ലട്ടോ നിങ്ങൾ. ക്ലാസ്സിന് പങ്കെടുക്കുന്നു, ഖുർആൻ ക്ലാസ് പഠിക്കുന്നു, അതിൻ്റെ മാറ്റം നമ്മുടെ ജമാഅത്ത് നിസ്കാരത്തിൽ ഇല്ല എങ്കിൽ, അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല, ഷിർക്കാണെന്ന് പറയുന്ന നമ്മൾ രണ്ട് കൈയും ഉയർത്തി അള്ളാഹിനോട് ദുആ ചെയ്യുന്ന സമയം എപ്പോഴാ? ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് നീ എന്ത് ചോദിച്ചാലും പഠിച്ച ഉത്തരം തരും. എത്ര സമയം നീ ഉപയോഗപ്പെടുത്താറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്? ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാറുണ്ടോ ആ സമയത്ത്? ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് നീ പ്രാർത്ഥിക്ക്. ഖുർആൻ ഓതുന്നതിനേക്കാൾ അഫ്ളൽ പ്രാർത്ഥനയാണ്. ഖുർആൻ ഓതണ്ട എന്നല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണത്. പ്രാർത്ഥിക്കുക, അതാ വേണ്ടത്. ദിക്റുകളുണ്ട് അല്ലേ, ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്. കുടുംബത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ തട്ടിമുട്ടി വെടിപ്പാക്കുക. നമ്മളിനി കാത്തിക്കാണ് അടുത്ത റമദാൻ വരെ, 9 മാസം കഴിയും വരാൻ. അതിനൊക്കെ നമ്മൾ കാത്തിക്കുന്നത്. കഴിഞ്ഞ റമദാൻ 2 മാസമായിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. അതിലിപ്പോൾ ചിന്ത തന്നെ ഇല്ല അല്ലേ? റമദാനിൽ പോലും ഒരു ആവേശം കിട്ടാത്ത ആളുകളാണ് നമ്മൾ. ഇതൊരു പ്രതിജ്ഞ എടുക്കുന്നൊരു വേദിയാക്കി നിങ്ങൾ മാറ്റണം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, 30 കഴിഞ്ഞോ 40 കഴിഞ്ഞോ 50 ആയോ, ഇനി നീട്ടി വെക്കണ്ട. ഇനി കിട്ടുന്നത് ദിവസം അത് കിട്ടിയെന്ന് മാത്രം കൂട്ടിയാൽ മതി. ഒരുപാട് പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട. നമ്മളങ്ങനെയാണ്, ഒരുപാട് പ്രതീക്ഷകൾ അല്ലേ? മരണത്തിന് പ്രായവും ഒന്നുമില്ല, എന്നാലും ഇത്ര കിട്ടിയില്ലേ? ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ, തൽക്കാലം നമ്മൾക്ക് ജീവിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കടമൊന്നല്ലോ. മക്കൾക്ക് താമസിക്കാനും തൽക്കാലം ഇല്ലേ അല്ലേ? ചെയ്തോ, ചെയ്യേണ്ട എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പള്ളിയിൽ പോയി ഇരിക്കണം എന്നല്ല അല്ലേ? ചെയ്യുന്നേ. പക്ഷേ ഇനി നിൻ്റെ ഖബറിലേക്ക്, ഇനി ഞാൻ എൻ്റെ ഖബറിലേക്ക്, നീ നിൻ്റെ ഖബറിലേക്ക്. ദിവസം നമുക്ക് എണ്ണി പറയാൻ പറ്റണം ഇതെനിക്ക് ഖബറിലേക്ക് എത്തി എന്നുള്ളത്. ചെയ്ത ഒരു നന്മയും നമ്മൾ ആരോടും എടുത്ത് പറയേണ്ട കേട്ടോ. രണ്ടാമത്തേത്, ചെയ്ത നന്മകൾ മുഴുവനും വേറെ ആൾക്ക് കൊടുക്കേണ്ട. ഗീബത്തിൽ സദസ്സിൽ നിന്ന് മാറി നിൽക്കുക. ഒരുത്തനക്ക് ഇഷ്ടമില്ലാത്തത് അയാൾ ഇല്ലാത്ത നേരത്ത് പറയണ്ട. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളില്ലാത്ത നേരത്ത് പറയണ്ട. നമീമത്ത് എന്ന് പറയുന്നത് നല്ലപോലെ നടക്കുന്ന രണ്ടാളുകളെ ഒരു മെസ്സേജ് കൊണ്ടോ വാക്ക് കൊണ്ടോ തമ്മിൽ തെറ്റിക്കണ്ട. ഇതാണ് നമീമത്ത്. സ്വർഗത്ത് കടക്കാത്ത 2 കൂട്ടരാണിത് അല്ലേ? ആരാൻ്റെ ഇറച്ചി തിന്ന ആൾക്കാരും തമ്മിൽ തെറ്റിക്കുന്ന ആൾക്കാരും. നമ്മൾ എന്ത് ചെയ്യുക? നന്മ പഠിപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഒപ്പം പ്രിയപ്പെട്ടവരെ, നല്ലൊരു വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ നാട്ടിലും തൂഫാൻ എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങുകയാണ്. ഗൗരവം എത്രയാണ് നമുക്ക് ആർക്കും അറിയുന്നില്ല. പെൺകുട്ടികൾ പോലും ലഹരിക്കടിമപ്പെട്ട് 2 കാര്യങ്ങൾ, ഒന്ന് ലഹരിയാണ്, ഒന്ന് സാമ്പത്തിക ഇടപാടാണ്. നമ്മുടെ എല്ലാ സാധാരണക്കാരൻ്റെ മക്കളും വലിയ ഫോണും വലിയ ആർഭാട ജീവിതവും എന്നും ഫുഡും കാര്യങ്ങളും ഒക്കെയാണ്. മുമ്പൊക്കെ നാട്ടുകാരെ പേടിച്ച് ഹൈസ്കൂൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പോലും ഒരു മഹല്ലത്തെല്ലാവരെയും പേടിക്കുന്ന മക്കളായിരുന്നു. റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, ഒരു ബഹുമാനം. നമ്മൾ ലീവിന് നാട്ടിൽ പോകുമ്പോൾ അറിയാലോ, ചെറിയ മക്കൾക്കും നിങ്ങൾ പറയുന്നുണ്ടോ ബഹുമാനമുണ്ടോ? ഒരാൾക്കും നമ്മൾ ബഹുമാനം ഇല്ല. ആരോടും എന്തും സംസാരിക്കുക. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? 2 അന്യ ആൾക്കാർ, ആണും പെണ്ണും, സ്കൂൾ പഠിക്കുന്ന മക്കളെ എന്താണോ സ്കൂളിൽ 4 മണിക്ക് വിട്ടിട്ട് 6 മണിക്ക് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ ചോദിച്ചാൽ നിങ്ങളാരാ ഇടപെടാൻ എന്ന് ചോദിച്ച് അത് അവർ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അവർ സോഷ്യൽ മീഡിയയിലിടാണ്. ഇയാളാരാ ഞങ്ങളെപ്പറ്റി ചോദിക്കാൻ? ഈ ഒരു കാലമാണ് നിങ്ങൾ പ്രിയപ്പെട്ടവർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്നത്. രണ്ടും ഒരുപാട് മക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പല നാട്ടിൽ നിന്നും പണം വരികയാണ്. നമ്മൾ ചോദിക്കണം, നമ്മൾ മക്കളോട് പറയണം. എന്താവശ്യം ഉണ്ടെങ്കിലും ബാപ്പാനോട് ചോദിക്കണം, ബാപ്പ തരും എന്ന് പറയണം. നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ ചില പിടിവാശിയായിരിക്കും മക്കളെ ചില തെറ്റുകളിലേക്ക് എത്തിക്കുന്നത്. കണ്ടുപിടിക്കാനൊന്നും പറ്റുമെന്നില്ല. അത്തരം മക്കൾ നാളെ അവരെ നോക്കിയിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് നോക്കിയാണ് പോലീസുകാരൊക്കെ വരുന്നത്. പ്രിയപ്പെട്ട രാജ്യദ്രോഹ കുറ്റാണ് ചുമത്തപ്പെടുന്നത്. ഒരു ജാമ്യത്തിന് പോലും അപേക്ഷിക്കാൻ പറ്റാതെ പഠനം മുടങ്ങിയ എത്രയോ മക്കളുണ്ട്. 10ഉം 25ഉം പിന്നെ ATM കാർഡുകളാണ് മക്കളുടെ കൈകളിലുണ്ടാകുന്നത്. നിങ്ങൾ നോക്കി പഠിക്കണം. 2 ഇതേപോലെ ഈ ലഹരിയും എല്ലാ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടും ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്കൂളിനും എന്തുണ്ട്? ചാർജ് ഉണ്ട്. ആ സ്കൂളിലേക്ക് ഇന്നയാൾ ആണും പെണ്ണൊക്കെ ആയിട്ട് വനിതാ പോലീസുകാർ മറ്റൊക്കെ ചാർജ് ഉണ്ട്. പക്ഷേ ഒരു സ്കൂൾ പരിസരത്തിൽ നിന്നും ഇവർക്ക് കിട്ടണില്ല. ആളെ കിട്ടും, സാധനം കിട്ടൂല. പിടിച്ചാൽ തന്നെ പിടിക്കുന്നതിന് മുമ്പ് ഫോണുകൾ വരികയാണ്. അത്രയും ഭീകരമാണ് ലഹരി. അതെത്താത്ത വീടുകളില്ല.
നമ്മുടെ മക്കളില്ല എങ്കിലും മക്കൾക്കറിയുന്ന എത്രയോ കൂട്ടുകാർ ഇതിൻ്റെ അടിമകളാണ്. അടിമകൾ എന്നുള്ളതല്ല, ഇത് വഹിച്ചു കൊണ്ടുപോയി സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് പ്രിയപ്പെട്ടവരെ. ഇത് രണ്ടിലും നമ്മുടെ സഹകരണം, നമ്മുടെ നാടിൻ്റെ ഗവൺമെൻറ് നല്ലൊരു തീരുമാനമെടുത്തുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മുടെ മഹല്ലിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഗ്രൂപ്പുകളുണ്ട്. ഉറപ്പിച്ച് എൻ്റെ വീട്ടിലില്ല എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റണം. എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ അല്ലേ, ആ വീടുകളിൽ ഇതില്ല എന്ന്, എൻ്റെ മഹല്ലിൽ ഇതില്ല എന്ന്, അതിനുവേണ്ടി ഇപ്പം കുറേ പണം ചെലവഴിക്കുക. അല്ലാതെ കുറേ സംഭവങ്ങൾ നടന്നിട്ട് പിന്നെ അതിൻ്റെ ഇരട്ടിക്കിരട്ടി ചെലവഴിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലൊരു മാറ്റങ്ങളിൽ നമ്മളും പങ്കാളികളാകുക. വ്യക്തിപരമായി ദുനിയാവും ആഖിറവും നമ്മൾ നന്നാക്കിയിരിക്കണം. എൻ്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കണം. നമ്മുടെ തെറ്റുകളൊക്കെ ഒന്ന് കൂടിയിരുന്ന്, കുടുംബത്തോടൊപ്പം ഒന്ന് കൂടിയിരുന്ന് വിലയിരുത്തി ഒരു പുതിയ വർഷം നമ്മൾക്ക് എങ്ങനെയെന്ന് ഒരു തീരുമാനം എടുക്കുക. കമ്പനികളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഒരു വർഷം കഴിഞ്ഞിട്ടല്ലല്ലോ, ഇത് അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്ലാനിങ് ഇപ്പോഴാണ്. മൾട്ടി കമ്പനികളൊക്കെ അടുത്ത 5 വർഷത്തേക്ക് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു പ്ലാനിങ്ങും ഇല്ല. എന്തെങ്കിലും ഒന്ന് ഈ നിസ്കാരങ്ങൾ നമുക്ക് ഉറപ്പിക്കണം. രാത്രി നിസ്കരിക്കാത്ത വീട്ടുകാരുണ്ടാവും. ഈ നോമ്പ് കഴിഞ്ഞാൽ തറാവി ഒഴിവാക്കുന്ന ആൾക്കാരുണ്ടാവും. രാത്രി നമ്മൾ നിസ്കരിക്കും, ഒരു 3 റക്അത്ത് വെച്ച് പഠിക്കുക. ആദ്യത്തെ ഒരു 3 മാസം 3 റക്അത്ത് മതി, മെല്ലെ 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 തുടങ്ങുക. റവാത്തിബ് 12, അതൊരിക്കലും ഒഴിവാക്കല്ല. ഈ ഒരു മാസം ഒരൊറ്റ ജമാഅത്തും ഞാൻ ഒഴിവാക്കൂല. നമ്മൾ വാശി പിടിച്ച് നോക്കിയേ, നമുക്ക് ജമാഅത്ത് കിട്ടണമെന്ന് വിചാരിച്ചാൽ എല്ലാ ജമാഅത്തും കിട്ടിയിരിക്കും. കിട്ടാൻ വേണ്ടി ചർച്ച ചെയ്യും. മറ്റോനോ എല്ലാം ഒഴിവാക്കും. എന്നും ബാങ്ക് കൊടുക്കുമ്പോൾ സ്കിപ്പായി പോയിട്ടുണ്ടാവും. ഒരു ഭാഗ്യം കിട്ടാത്ത ആൾക്കാരുണ്ട്. 1ാമത്തെ റക്അത്തിൽ ഇമാമിൻ്റെ കൂടെ തക്ബീർ കെട്ടാൻ ഭാഗ്യം കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. അല്ലേ, കൊല്ലങ്ങളായിട്ട് ആ സൂറത്ത് എത്തുമ്പോൾ മാത്രം കൈകെട്ടുന്ന ആൾക്കാർ. പ്രിയപ്പെട്ടു, അങ്ങനെ ആകരുത്. ഒന്ന് മാറുക. അല്ലാഹു തആല അവൻ്റെ നന്മയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീക്ക് നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും സർവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഹജ്ജിന് വന്ന ഒരുപാട് ഹാജിമാർ ഇപ്പോഴും ബാക്കിയുണ്ട്. പ്രയാസങ്ങളില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ അവർക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും റഹ്മാനെ. അള്ളാഹുവെ, മക്കളുടെയും മറ്റുമൊക്കെ കാര്യം, ലഹരിയും മറ്റുള്ള ബുദ്ധിമുട്ടുകളും എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സർവ്വരെയും നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കും റഹ്മാനെ. നിൻ്റെ ഫിർദൗസിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.